ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള പൂരി മസാലയുടെ റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പിയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പൂരി ബാജിയുടെ സെയിം ടേസ്റ്റ് കിട്ടാനുള്ള കുറച്ച് ടിപ്സും അതുപോലെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ചേരുവകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കുന്നതിന് ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഒരിത്തിരി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തോ അല്ലാതെയോ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിക്കുക. ഒന്നുകിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അഥവാ കറി ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നു പരിപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് എണ്ണയിലിട്ട് വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ പൊട്ടുകടലയുടെയൊക്കെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ. അതിനുശേഷം ഒരു വറ്റൽമുളക്, കൂടുതൽ വേണ്ട, ഒരൊറ്റ വറ്റൽമുളക് തന്നെ ധാരാളമാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു 2 3 പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ അധികം എരിവിലല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വളരെ കുറഞ്ഞൊരളവിൽ മാത്രം ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചെറുതായിട്ട് കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം നല്ലതുപോലെ പാകമായി വന്നതിന് ശേഷം ഇതിലോട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ 2 സവാളയും അങ്ങനെ ഒരു കണക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സവാള അത്യാവശ്യം കനം കുറഞ്ഞ അരിയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സവാള ഒരിക്കലും കളറ് മാറി ഫ്രൈ ആകുന്ന രീതിയിൽ ഒരിക്കലും വഴറ്റിയെടുക്കരുത്. ജസ്റ്റ് 2 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഒരു 2 മിനിറ്റൊക്കെ ചെറുതായിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ സവാളയുടെ ആ ഒരു പാകം എന്ന് പറയുന്നത് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന ആ ഒരു പാകം മതി നമുക്ക്. കണ്ടില്ലേ, ഈ ഒരു പാകം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയം ഉണ്ടാവുമല്ലോ, അത്രയും സമയം മാത്രം ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇതിപ്പോൾ അത്യാവശ്യം ആ ഒരു പച്ചമണക്ക മാറി നല്ല പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ടേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 1 കപ്പിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ 240 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് തുടങ്ങി 4 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഒന്നുകിൽ തവി വെച്ചിട്ടോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കില്ലേ, അങ്ങനെ പൊടിച്ചെടുക്കുന്ന ഒരു പാകം. പിന്നെ നമുക്കിതിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലോട്ടേക്ക് ഒരു പാത്രത്തിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ കടലപ്പൊടിയുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. ഹോട്ടലിലൊക്കെ സാധാരണ ഈ ബാജി ചെയ്യുന്ന സമയത്ത് ഒരു കൊഴുപ്പും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കടലപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ചേരുവ കൂടിയുണ്ട് നമ്മൾ ഫൈനലായിട്ട് ചേർക്കുന്നത്. അതൊക്കെ കൂടി ആകുമ്പോഴാണ് ഇതിന് ശരിക്കും ഹോട്ടലിലെ ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് സവാള നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. സവാള എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ കുറച്ചൊരു ട്രാൻസ്പാരൻറ്റ് കണക്ക്, അതായത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാകം, ആ ഒരു പാകമാകുന്ന വരെ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല പാകത്തിന് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് കടലപ്പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കടലപ്പൊടി ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അതുപോലെ ഞാൻ ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അടച്ചു വെച്ചിട്ട് ഇനി ഒരു 4 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു 4 മിനിറ്റും കൂടി തിളച്ച് വരുമ്പോഴത്തേക്കാണ് ഇതിന് ആ ഒരു കടലപ്പൊടിയുടെയൊക്കെ ആ ഒരു ചേർന്നിട്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്ന ഒരു പാകത്തിൽ നമുക്ക് തയ്യാറായി കിട്ടുക. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റിനടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം കണ്ടില്ലേ, കുറച്ചുകൂടി നല്ല കൊഴുപ്പിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രീതിയിലോട്ടേക്ക് മാറിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അതായത് ചെറുനാരങ്ങയുടെ നീര് 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ മല്ലിയില അരിഞ്ഞിട്ട് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി അധിക സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലുള്ള പൂരി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആദ്യം നമ്മൾ എണ്ണയിലോട്ടേക്ക് ഇട്ട് വറുത്തെടുത്തിട്ടുള്ള ഒരു ചേരുവ പോലും മിസ് ചെയ്യാതെ എല്ലാം ചേർത്ത് കൊടുക്കാനും അതുപോലെ കടലപ്പൊടിയുടെ മിക്സും ചെറുനാരങ്ങ നീരും മല്ലിയിലൊക്കെ കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റ് ആയിരിക്കും. ഒരു വട്ടങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.